ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ ആട്, മാട്, ഒട്ടകം ആവണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ആ അറുക്കുന്ന മൃഗങ്ങൾക്ക് ഉണ്ടാവേണ്ട നിബന്ധനകൾ പറയാം. പണ്ഡിതന്മാർ പറയുന്നു, കൗനുഹാ സലീമത്തൻ സ്വഹീഹത്തൻ, ആരോഗ്യമുള്ളതും ന്യൂനതയെ തൊട്ട് രക്ഷപ്പെട്ടതുമാവണം. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളതാവണം, ന്യൂനതയെ തൊട്ട് രക്ഷപ്പെട്ടതും ആവണം. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഇത് രണ്ടിനും ഓപ്പോസിറ്റ് ഉള്ളതൊന്നും പറ്റൂല. അത് ഏതൊക്കെ നോക്കുക. മെലിഞ്ഞൊട്ടിയത് പറ്റൂല. അനാരോഗ്യമില്ല. മെലിഞ്ഞൊട്ടിയത് പറ്റൂല. തീറ്റയിലൊക്കെ മോശമായിട്ട് മെലിഞ്ഞൊട്ടിയത് പറ്റൂല. വളരെ വ്യക്തമായ നിലയ്ക്ക് മെലിഞ്ഞൊട്ടിയതാവുമ്പോ പാടില്ല. പിന്നെ മുടന്തുള്ളത് പറ്റൂല. കൈകാലുകൾക്കൊക്കെ മുടന്തുണ്ട്, ഇങ്ങനെ കൊക്കി നടക്കുകയാണ്. അപ്പം മുടന്തുള്ളത് പറ്റൂല. കാരണം തീറ്റയൊക്കെ കുറയും, സ്പീഡിൽ തിന്ന് നടക്കാൻ കഴിയൂല. മറ്റൊന്ന്, ഒറ്റക്കണ്ണുള്ളത് പറ്റൂല. ഒറ്റക്കണ്ണാവുമ്പോഴും പുല്ല് നേരക്ക് കാണാതെ തീറ്റ ഒന്നും എടുക്കാൻ കഴിയൂല. അപ്പൊ അതൊക്കെ വളരെ ദുർബലരായിരിക്കും. മറ്റൊന്ന്, കുഴവുള്ളത് പറ്റൂല. കുഴഞ്ഞ മൃഗങ്ങൾ പറ്റൂല. മറ്റൊന്ന്, രോഗമുള്ള മൃഗങ്ങൾ പറ്റൂല. വ്യക്തമായ രോഗമുള്ള മൃഗം. ഇങ്ങനെ എത്ര നമ്മൾ ഒഴിവാക്കി? മെലിഞ്ഞൊട്ടിയത്, പിന്നെ കൊക്കി നടക്കുന്നത്, അതുപോലെ ഒറ്റക്കണ്ണ്, കുഴഞ്ഞത്, രോഗമുള്ളത്. ചൊറിയുള്ളതും പറ്റൂല. രക്തം ചൊറിയുള്ളത്. അപ്പൊ എവിടെയെങ്കിലൊക്കെ ചൊറി ഉണ്ടെങ്കിൽ നല്ല ശ്രദ്ധിക്കണം. ഗർഭിണിയെ പറ്റൂല. പ്രസവം അടുത്ത് പ്രസവിക്കപ്പെട്ടതാണ്, അങ്ങനെയുള്ള പശുക്കളൊക്കെ പറ്റൂല. ചെവിയിൽ നിന്ന് അല്പം വേർപ്പെടുത്തിയിട്ടുണ്ട്, മുറിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ട്, പറ്റൂല. വാലിൽ നിന്നും അല്പം മുറിക്കപ്പെട്ടതും പറ്റൂല. നാവ് മുറിക്കപ്പെട്ടത് പറ്റൂല. അകിട് മുറിക്കപ്പെട്ടത് പറ്റൂല. അപ്പൊ അല്പം മുറിഞ്ഞതാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലായി. പല്ല് കൊഴിഞ്ഞത് പറ്റുമോ? പറ്റില്ല. പല്ല് കൊഴിഞ്ഞത് പറ്റില്ല. അപ്പോ ഇത്തരം മൃഗങ്ങളെ തൊട്ട് സൂക്ഷിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. പല്ല് കൊഴിഞ്ഞത് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ചെറിയൊരു പല്ല് കൊഴിഞ്ഞതല്ല. തീറ്റക്ക് ഫലനമുണ്ടാക്കുന്ന നിലക്ക് പല്ല് കൊഴിഞ്ഞതാണ് പറ്റാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മണി ഉടച്ചത് പറ്റും, അത് കുഴപ്പമില്ല. ഏതായിരിക്കട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചൊറിയുണ്ടോന്നൊക്കെ ശ്രദ്ധിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായത് ആണിനെ ആവലാണ്. ഭംഗിയുള്ളതാവണാണ്. നല്ല തടിച്ചു കൊഴുത്തത്, കൊമ്പുള്ളത്, കളറിൽ ഏറ്റവും നല്ലത് വെളുപ്പ്, പിന്നെ മഞ്ഞ. ഇങ്ങനെയാണ് കളറിലെ ക്രമം. ഇത്തരം കാര്യങ്ങളൊക്കെ മൃഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.